മോനെ ഇപ്പൊ മോൻ 10th-ലായി. ഇനിയിപ്പോ അടുത്ത വർഷം അല്ലെങ്കിൽ +2 അല്ലെങ്കിൽ ചിലപ്പോ അത് കഴിഞ്ഞ് കോളേജിലേക്ക് മോൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കേണ്ടി വരും. അപ്പൊ ഇത്രയും നാളും പഠിച്ച ഫ്രണ്ട്സ് അല്ലെങ്കിൽ കൂടെ പഠിക്കുന്നവരൊക്കെ ഓൾമോസ്റ്റ് കുറെ പേരൊക്കെ അറിയാവുന്നവർ ഒരേപോലെയൊക്കെ ഉള്ളവരാണ്. പക്ഷെ പുതിയ സ്ഥലത്ത് ചെല്ലുമ്പോൾ സംഭവങ്ങളൊക്കെ വ്യത്യസ്തമാവും. പല തരത്തിലുള്ള ആൾക്കാർ വരും. ഭയങ്കര റിച്ച് ആയിട്ടുള്ളവർ വരും, സാധാരണക്കാർ വരും, ഭയങ്കര പാവങ്ങൾ വരും. അപ്പൊ ഈ പലതരത്തിലുള്ള ആൾക്കാരിൽ നിന്ന് നമുക്കൊരു ഒരു ടെൻഡൻസി ഉണ്ട് മനുഷ്യന്. അവനെ പോലെ ആകണം, അവന്റെ പോലത്തെ വസ്ത്രം ഇടണം. ഇപ്പൊ പഠിക്കുന്ന കാര്യത്തിലൊക്കെ നമ്മൾ പറയും, കണ്ടോ അത്രയും നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളെ കണ്ടുപഠിക്കലാന്ന് പറയും. പക്ഷേ നമ്മൾ വേറൊരാളെ ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ കപ്പാസിറ്റി എന്താണ്, നമ്മുടെ വീട്ടിലെ സ്ഥിതി എന്താണ്, ഇത് അറിഞ്ഞു വേണം നമ്മൾ ജീവിക്കാൻ. പല കുട്ടികൾക്കും കൂടിയ ഷൂസ്, ബ്രാൻഡഡ് വാച്ചുകള്, കാറ്, അങ്ങനെ ഇങ്ങനെ പലതും കാണുമായിരിക്കും. പക്ഷെ നമുക്ക് എന്താണോ പറ്റുന്നത്, അതായത് എന്റെ പേരൻസിനെ എനിക്ക് എന്ത് തരാൻ പറ്റും അതേ നമ്മൾ ആഗ്രഹിക്കാനും. അത് കഴിഞ്ഞു പോകുമ്പോ എന്താ സംഭവിക്കാന്നറിയാമോ, നമ്മൾ പലതരത്തിൽ പൈസ ഉണ്ടാക്കി അതിലേക്ക് എത്തിപ്പെടാൻ നോക്കും. അതിന് ഇപ്പൊ പല സാഹചര്യങ്ങളുണ്ട്. ഇപ്പൊ ടെക്നോളജി ഒക്കെ വളർന്നുകൊണ്ട് എന്താ ലോൺ ആപ്പുകളുണ്ട്. അതിൽ നിന്ന് ലോൺ എടുക്കും. എന്നിട്ട് വീട്ടിൽ അതിന് വേണം ഇതിന് വേണം എന്നൊക്കെ പറഞ്ഞ് കള്ളം പറഞ്ഞ് പൈസ അടയ്ക്കാൻ തുടങ്ങും. വീട്ടിൽ നിന്ന് കിട്ടാത്ത വരുമ്പോൾ വേറെ ടെക്നോളജി ഉപയോഗിക്കാൻ നോക്കും. ലൈക്ക് പെൺകുട്ടികളുടെ പടങ്ങൾ എടുത്ത് മോർഫ് ചെയ്ത് അവരെ ബ്ലാക്ക് മെയിൽ ചെയ്യുക, കൂടെ പഠിക്കുന്ന കുട്ടികളെ തന്നെ ബ്ലാക്ക് മെയിലിംഗിൽ ഹണി ട്രാപ്പിലും പെടുത്തുക. ഇങ്ങനത്തെ പരിപാടികളിലേക്ക് പൈസയ്ക്ക് വേണ്ടി പോകും. മറ്റുള്ളവരെ അനുകരിക്കാന്നുണ്ടെങ്കിൽ എന്ത് പറ്റുമെന്ന് അറിയാം, ഒന്നാമത് ആവശ്യങ്ങളും ആഗ്രഹങ്ങളും കൂടി വരും. അങ്ങനെ നമ്മൾ വലിയ വലിയ ട്രാപ്പുകളിൽ ചെന്ന് പെടും. ഈ ATM-കളിലെ മോഷണം അല്ലെങ്കിൽ അതുപോലത്തെ ഉള്ള തട്ടിപ്പുകളിലൊക്കെ മിക്കവാറും അവസാനം വരുന്ന പ്രതി ആരായിരിക്കും എന്നറിയോ, ടെക്നിക്കലി ഒക്കെ ബ്രില്യന്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണ്. അതെങ്ങനെയാ വരുന്നതെന്ന് വെച്ചാൽ അവർക്ക് ഈ പണത്തിനോടുള്ള ആർത്തി, പണം എടുത്ത് മറ്റുള്ളവരെ ചുറ്റും കാണുന്നവരെ പോലെ ജീവിക്കാനുള്ള ആവേശത്തിൽ വരുന്നതാണ്. അതിനൊന്നും പോകാതെ നമ്മൾ പോയത് പഠിക്കാനാണെന്നും നമുക്ക് നമ്മുടേതായ ഒരു ലെവലിൽ ജീവിക്കാം, നമ്മുടെ പാരന്റ്സ് തരുന്ന പൈസ വെച്ച്, അല്ലെ? അങ്ങനെ ജീവിച്ചുകൊണ്ടിരുന്ന വലിയ കുഴപ്പമില്ലാതെ വലിയ പ്രശ്നമില്ലാതെ പോവാം. അപ്പൊ നമ്മുടെ കപ്പാസിറ്റി അനുസരിച്ച് ജീവിക്കണം. നമ്മുടെ കപ്പാസിറ്റി എന്താണോ നമുക്ക് എന്ത് അഫോർഡ് ചെയ്യാൻ പറ്റും, ഈ അഫോർഡ് ചെയ്യാൻ പറ്റുന്നതും അഫോർഡ് ചെയ്യാനുള്ള ആഗ്രഹവും രണ്ടും രണ്ടാണ്, അല്ലേ? പലതും കാണുമ്പോൾ നമുക്ക് ഇഷ്ടം തോന്നും. പക്ഷെ അതെല്ലാം നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. നമുക്ക് കിട്ടാൻ നമ്മൾ നന്നായി പഠിച്ച് നമ്മൾ നല്ല ജോലിയൊക്കെ നേടി നമുക്കതൊക്കെ ആഗ്രഹിക്കും. ഇങ്ങനെയൊക്കെ ആപ്പിൽ നിന്നൊക്കെ ലോണും ഒക്കെ എടുത്ത് അവസാനം അടയ്ക്കാൻ പറ്റാത്ത ട്രാപ്പിലും ഒക്കെ പെട്ട് പോലീസും ഒക്കെ പിടിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും കേസൊക്കെ ആയിക്കഴിഞ്ഞ് കോളേജുകാർക്ക് വിളിച്ച് ചോദ്യം ചെയ്യാതിരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ കോളേജിൽ നാണക്കേടായി, വീട്ടിൽ വിളിച്ച് പറയുമ്പോ വീട്ടിൽ നിന്ന് പ്രഷർ വരും. അവസാനം നമ്മുടെ മുമ്പേ ആത്മഹത്യ മാത്രമേ ഉള്ളെന്ന് തോന്നും. അപ്പൊ അങ്ങനെ നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് വളരെ പ്രഷ്യസ് ആണ്. ഈ പഠിക്കാൻ കിട്ടുന്ന അവസരം, ഇങ്ങനെ ഒരു ഹോസ്റ്റലിൽ പോയി താമസിക്കാൻ കിട്ടുന്ന അവസരം, അഡ്മിഷൻസ്, ഇതൊക്കെ വളരെ കുറച്ചു പേർക്ക് മാത്രം കിട്ടുന്ന കാര്യമാണ്. ഒരുപാട് വലിയ ഭൂരിപക്ഷം ഇതൊന്നും കിട്ടാതെ വിഷമിക്കുന്നവരാണ്. അപ്പൊ അതിന്റെ വാല്യൂ ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതിന്റെ ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ലാതെ അവരെ കണ്ടോ ഇവരെ കണ്ടോ, അവരുടെ ഷൂസ് കണ്ടോ ഇവരുടെ വാച്ച് കണ്ടോ എന്നുള്ളതല്ല. അതുകൊണ്ട് ഓൾവേസ് റിമെമ്പർ, ലീവ് ഇൻ യുവർ കപ്പാസിറ്റി. ഓക്കെ.